ഹായ് ഹലോ നമസ്കാരം. സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ ലോ ബഡ്ജറ്റിലുള്ള ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതും ഒരു 4 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ബാക്കി തുക ലോണാക്കിയും അറേഞ്ച് ചെയ്ത് നൽകാവുന്ന മനോഹരമായൊരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മനോഹരമായൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം ചുറ്റും വീടുകളെല്ലാമുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 9 കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് 500 മീറ്റർ മാത്രം ദൂരവും, കിഴക്കമ്പലം ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരവും, ഇടപ്പള്ളി ടൗണിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ ദൂരവും, പാലാരിവട്ടത്തിൽ നിന്ന് 14 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്ന 3 സെൻറ്റിൽ 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് വീട് പണികഴിപ്പിച്ചിരിക്കുന്നത്. വലിയൊരു കാർ പാർക്കിംഗ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. ചുറ്റും കോമോ വാളും സ്ലൈഡിങ് ഫോൾഡിങ് ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് വീടിന് നൽകിയിരിക്കുന്നു. തീർത്തും വാസ്തു ശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. മെയിൻ ഡോറ് 2 പാളികളിലായാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമായൊരു ലിവിങ് സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. സിമ്പിളായി തന്നെ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. വലിയ വെട്രിഫൈഡ് ടൈൽസുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും അടുത്തായി എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ വളരെ സിമ്പിളായി തന്നെ ചെയ്തിരിക്കുന്നു. ഒതുങ്ങിയ രീതിയിൽ തന്നെ ഒരു കോമൺ വാഷ് ഏരിയ വരുന്നുണ്ട്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. CNC കട്ടിംഗ് എല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൺ സൈഡിലേക്ക് പോയാൽ നല്ലൊരു സ്പേഷ്യസ് ആയ കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ധാരാളം കബോർഡ് വർക്കുകൾ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ല ബ്രാൻഡഡ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. തീർത്തും വാസ്തുശാസ്ത്രപരമായി നിർമ്മിച്ച ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിന് വരുന്ന കിണർ വെള്ളമാണ്. വടക്ക് കിഴക്ക് മൂലയിലായാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗം വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസാണ്. അതിനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് കാണാം ബാക്ക് സൈഡെല്ലാം ആളുകളെല്ലാം ലാൻഡ് വാങ്ങി സ്വന്തം വീട് പണിയുകയാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ മനോഹരമായൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വെള്ളം നമുക്ക് ഈ കിണറിൽ കാണുന്നുണ്ട്. ഈ വേനൽക്കാലത്ത് പോലും ഒരിക്കലും കിണർ വറ്റാത്ത ഒരു ഏരിയയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ 3 ബെഡ്റൂമുകളാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കബോർഡ് വർക്കുകൾ നിർമ്മിച്ച് നൽകുന്നതാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ബാത്റൂം നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് എന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഇൻവെർട്ടർ യൂണിറ്റും മറ്റു സാധന സാമഗ്രികൾ വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം അവൈലബിൾ ആണ്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ടൈൽസുകളും ഹാൻഡ് റെയിലിനായി GS-Core ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായൊരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നല്ല സ്പേഷ്യസായി തന്നെയാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിമ്പിളായി തന്നെ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോകാം. 2 ബെഡ്റൂമുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് കാണാം. അതിനു മുമ്പ് ഇവിടെ ഒരു ബാൽക്കണി അവൈലബിൾ ആണ്. നല്ല സ്പേഷ്യസ് ആയൊരു ബാൽക്കണി, മനോഹരമായ ബാൽക്കണിയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയി തന്നെയുള്ള ബെഡ്റൂം അവൈലബിൾ ആണ്. നല്ല ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിട്ടുണ്ട്. കബോർഡ് വർക്കുകൾ നിർമ്മിച്ച് നൽകുന്നതാണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമും ഇവിടെ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
3 ബെഡ്റൂമുകൾ കൂടാതെ ഒരു യൂട്ടിലിറ്റി ഓപ്പൺ സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ഷീറ്റ് വർക്കെല്ലാം ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നാണ് ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്. ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. 3 സെൻറ്റിൽ 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ വീടിന് ചോദിക്കുന്ന വില 53 ലക്ഷം രൂപ മാത്രമാണ്. തീർച്ചയായും വില നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ലോൺ സൗകര്യങ്ങളും നമുക്കിവിടെ ലഭ്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റു വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.